ഹായ് ഓൾ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, ആങ്ങളുടെ ഡെലിവറി, ആങ്ങളുടെ വൈഫിൻ്റെ ഡെലിവറി എന്തായി കഴിഞ്ഞാൽ, എന്ത് കുഞ്ഞ് പേരിട്ട അങ്ങനെ ഇട്ട എന്തെല്ലോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആങ്ങളുടെ കുഞ്ഞിൻ്റെ ആങ്ങളുടെ ഉള്ള ഡെലിവറി എല്ലാം കഴിഞ്ഞിന്. എന്നിട്ട് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എല്ലാം ആയി. പിന്നെ ബേബി ബോയ് ആണ്. പിന്നെന്തിപ്പാ ഞമ്മടെ പോയിട്ട് 2-3-4 ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ പോരി അങ്ങനെ എല്ലാം ആയി. പിന്നെ 4-5 ദിവസം ഉണ്ടായി ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് ഓളവർക്ക് പോയി നമ്മളെ ഉമ്മാനെ കാണിക്കാൻ, കുഞ്ഞിനെ ഉമ്മാക്ക് കാണിക്കാൻ വന്നിട്ട് കാണിച്ചിട്ട് മാഷാഅല്ലാഹ് ഉമ്മാനെല്ലാം കയ്യിൽ കൊടുത്തിട്ട് എല്ലാം ഇതാക്കിയിട്ട് പോയത്. പിന്നെ ഉമ്മാക്ക് പോകാനോ നടക്കാനോ വരാനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായ ശരിയല്ലേ. വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ ഒരു ഇടാനുള്ളൊരു ഇങ്ങനെ ടൈം കിട്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയേ ഓളെ ഫ്രണ്ട്സ്, ഓൻ്റെ ഫ്രണ്ട്സ്, മാഷാഅല്ലാഹ് എല്ലാവരും വന്നിട്ടില്ല. ഹോസ്പിറ്റലിലൊരു മംഗലം പോലെ ഉണ്ടായി മാഷാഅല്ലാഹ്. ഓൻ്റെ ഫ്രണ്ട്സും ഓളെ ഫ്രണ്ടും, ഓൻ്റെ ഫ്രണ്ട്സില്ലേ വേറെ വെറൈറ്റി ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടില്ല. ഓൻ്റെ ഉമ്മ എല്ലാം വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഫ്രൂട്ടും അങ്ങനെയല്ല കൊണ്ടുവരുന്നത്. പക്ഷേ ഇതങ്ങനല്ല. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയില്ലേ, ഇത് നിനക്കുള്ള ഗിഫ്റ്റ് മോളെ എന്നിട്ടില്ല. ഓളെല്ലാം എന്നെ വലിയ 2-3 ചോക്ലേറ്റ് എല്ലാം ഓളെ കയ്യിൽ എന്നെ കൊടുത്തതെന്ന് പറഞ്ഞാൽ മാഷാഅല്ലാഹ് ഭയങ്കര ഒരു ഇതായി നമുക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ നല്ല മജയുണ്ടായി. പ്രസവിക്കുമ്പോൾ നല്ലൊരു പൊലിസല്ലേ. ഫസ്റ്റ് ഒരു ഡെലിവറിൻ്റെ ടൈമിന് ഒരു ബേജാറും ടെൻഷൻ, അത് കുറേ നല്ല ബേജാറുണ്ട്. അന്ന് രാവിലെ ഉള്ള റൂമിലേക്ക് കൊണ്ടുപോയതില്ലേ രാത്രി 11 മണി അതിന് ഡെലിവറി കഴിഞ്ഞിട്ട് വരുമ്പോൾ അതൊരവസ്ഥ ചെല്ലിട്ട് പോകണില്ല. അങ്ങനെ അതിന് ഫസ്റ്റ് നമ്മ അങ്ങനെ സാധാരണ ഡെലിവറി പോലെ അങ്ങനെ ഉണ്ടായി. വയ്യ എന്തായെങ്കിലും ഡെലിവറി നടക്കുന്നില്ല. കുറേ പിന്നെ ലേറ്റായിട്ട് 11 കാലായിന് രാത്രി ഡെലിവറി ആകുമ്പോൾക്ക്. പിന്നെ മാഷാഅല്ലാഹ് എല്ലാവരും ദുആലും മൊത്തത്തിലും മയിലുയിലായിട്ട് അൽഹംദുലില്ലാഹ് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓളോപരയിലുണ്ട്. എല്ലാം റായത്തിലായി മാഷാഅല്ലാഹ്. അങ്ങനെ 3-4-5 ദിവസം അങ്ങനെ. പിന്നെ നമ്മൾ കുറേ ഓർഡറെല്ലാം ഉണ്ടായിന്. ഓർഡറൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് ഇടയിൽ നമുക്ക് എല്ലാവർക്കും പനിയെല്ലാം വന്ന് പിന്നെ കുറച്ച് പോക്കും വരുത്തെല്ലായിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെ ആയിട്ട് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു വക എല്ലാവരുടെ പനിയെല്ലാം പോയിന്. ഇപ്പോൾ എല്ലാവരും ഓരോരോ പരയിലുണ്ട്. അങ്ങനെ ഡെലിവറിക്ക് മുമ്പ് കുറച്ച് ടെൻഷനായി മാഷാഅല്ലാഹ്. ഡെലിവറി കഴിഞ്ഞ ടൈമിൽ പൊലിസയാള് നമ്മളെ ഫാമിലിയും വലുത്, ഓരോ ഫാമിലിയും വലുതാണ്. ഇയാളും പിള്ളറും കൗജിയും മാഷാഅല്ലാഹ് നല്ല മജയുണ്ടായി. ഇങ്ങനെ ആൾ വരുന്നത് ഹോസ്പിറ്റലിൽ പറ്റിയിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നിയും വരുന്ന തന്നെയല്ലേ. പക്ഷെ ഞങ്ങളിൽ കുറച്ച് പോന്നിയും വരുന്നതല്ല, കുറച്ച് കൂടുതൽ തന്നെ. അതുകൊണ്ട് തന്നെ കൗജി നമുക്ക് നല്ല വാങ്ങാന്ന്. ഹോസ്പിറ്റലിൻ്റെ നേഴ്സും മാറും അടിക്കുന്ന ചേച്ചി മാറ്റി വിളിച്ചിട്ട് തന്നെ ഉണ്ടായി. ഒരാൾ വരുന്ന് പോന്ന് കച്ചറാക്കുന്നു, മസിൽ ക്ലീനാക്കുന്നു, അങ്ങനത്തെ പണിയായി. ഡോക്ടറെല്ലാം വന്നിട്ട് ഇങ്ങനെ ആൾ കൂടെ അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങനെ എന്തെല്ലോ ചെല്ലാം. പക്ഷെ നമുക്ക് നല്ല വാങ്ങാന്നില്ലേ. നമ്മളെ ഫാമിലിയും പിള്ളമാരെല്ലാം വന്നിട്ട് എല്ലാം ചെയ്യണ്ടായി. എല്ലാവരും വന്നിട്ട് ഞങ്ങളെ ഭ്രാന്തായിക്കൊണ്ടേ കുഞ്ഞാറായി. ബേബിക്ക് 1-2 എത്ര കുഞ്ഞാറ്, 5 കുഞ്ഞാറ്, 6 കുഞ്ഞാറ് എന്നിട്ട് മാഷാഅല്ലാഹ്. അങ്ങനെ മജിയായി. നമ്മൾ ആദ്യമായി കുഞ്ഞായി. അങ്ങനെ എല്ലാവരും പിള്ളമാരെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടായി ഫസ്റ്റ്. പിന്നെ എല്ലാത്തിനും ഇല്ലേ സ്കൂൾ വിട്ടതിന് ശേഷം എല്ലാവരും ഓരോന്നിനായിട്ട് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചെല്ലുന്നുണ്ട്. നമ്മൾ പോകുന്നില്ല സ്കൂളിലേക്ക്, ബാബിൻ്റെ കുഞ്ഞിനെ നോക്കാൻ പോകണമെന്നല്ലോ. പക്ഷേ സ്കൂൾ വിട്ടിട്ട് പോകുന്നത് എങ്ങനെ എന്നിട്ട് എല്ലാത്തിനും സ്കൂൾ വിട്ടതിന് ശേഷം ഒന്ന് കൊണ്ടുവന്നിട്ട് കാണിച്ചത് എന്താ നമ്മളെ മുത്തമ്മൻ്റെ മക്കൾ, ഓരോ കുഞ്ഞുമാൻ്റെ മക്കൾ, മക്കൾ, നമ്മളെ മക്കൾ, ഫാമിലി, മറ്റേത് മറിച്ചത് കണക്ക് മാഷാഅല്ലാഹ് നല്ല മജയുണ്ട്. ഒരാഴ്ച ഞങ്ങൾക്ക് അടിച്ച് പൊളിച്ചിട്ട് ഏയില പോയെന്ന് അറിഞ്ഞിട്ട്, ഒരാഴ്ച അല്ല 5 ദിവസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഹോസ്പിറ്റൽ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഓരോരോ പെരക്കെത്തിന്. അങ്ങനെ പെരക്കെത്തിയിട്ടായിട്ടില്ല. കുറേ ദിവസം ഓർഡർ എടുക്കാതെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടന്നല്ലേ. കുറേ ഉണ്ടായിരുന്നു ഓർഡർ, ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓർഡർ എടുത്ത് ഞാൻ വലിയ തന്നെ ബാക്കിയായി പോകുന്നു. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ വരാനോ ആക്കാനോ ഒന്നും കഴിയുന്നില്ല. തിരക്കാന്ന്. അപ്പോൾ ഞാൻ 2-3-4 ആൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഓർഡർ എടുക്കുന്നില്ല, 4 ദിവസത്തേക്ക് എന്നിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോക്കും വരുത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പൊരുക്കത്തിന് ഇനി വീണ്ടും ഓർഡർ തുടങ്ങലാന്ന്. അപ്പോൾ മഴ വന്നാലില്ലേ ഫുള്ള് ചുമരെല്ലാം ബുറുബുറായിട്ടുണ്ട്. എല്ലാം ഒന്ന് മഴ പോയിട്ടാണ് ഒന്ന് പെയിൻ്റ് കൊടുത്ത് ശരിയാക്കാൻ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ട് ഞാൻ നിങ്ങൾക്കില്ലേ പെട്ടെന്ന് ഒരു റെസിപ്പി കാണിക്കാം. എന്താ പറയുക, സജ്ജികയൊക്കെ നമ്മളില്ലേ സജ്ജിക ഉപ്പുമാവ് എന്ന് വെച്ചാലല്ലേ നമ്മളെ കാസർഗോഡ്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് കടുകിട, കറിവേപ്പിട, നീരുള്ളി, തക്കാളി, പച്ചമുളക്. അതിലേക്ക് തന്നെ സ്പെഷ്യലായിട്ടില്ലേ തേങ്ങ ഇട്ടിട്ട് നിങ്ങൾ സജ്ജികാക്കിയിട്ടൊക്കെ ഫസ്റ്റ് തേങ്ങ ഇടാം. തേങ്ങാനെ വറുത്തിട്ടായതിനു ശേഷം തരിയിട സാധാരണ നമ്മളെ ബാക്കിയുള്ള ഉപ്പും സംഭവങ്ങളെല്ലാം ഇട്ടിട്ടായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മുടി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, തേങ്ങാൻ്റെ ഫ്ലേവർ വരുന്ന പറഞ്ഞാൽ. അന്നൊരു ഉച്ചയ്ക്ക് ഞാൻ തട്ടിക്കൂട്ടൊരു ബിരിയാണി ഉണ്ടാക്കി. ഇതിൻ്റെ സ്റ്റോറി എല്ലാം ഉണ്ട്, അത് പറയാം. അതിന് മുമ്പിൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാമോ? കുക്കർ അടുപ്പത്ത് വെക്കുക, ഓയിൽ ഒഴിക്കുക, കറിവേപ്പിട, ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടിട്ടായതിന് ശേഷം ഇല്ലേ മഞ്ഞൾ, ചിക്കൻ മസാല, ജീരകപ്പൊടി, നമ്മൾ എന്തെല്ലാം പൊടി യൂസ് ആക്കുന്നത് അതെല്ലാം ഇട്ട് കൊടുക്കാം. അതിട്ടിട്ടായിട്ട് മസാല ആക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് നമ്മൾ ഏത് നെയ്ച്ചോറിൻ്റെ അരി ഇല്ലേ, 1 കപ്പ് അരി വെക്കുന്നെങ്കിൽ 2 കപ്പ് വെള്ളം, ആ ഒരു മെഷർമെൻറ്റിൽ അരി കൂട്ടിയിട്ട് മൂടിയിട്ട് വെക്കുക. ഉണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബ് ഇടാം, കയ്യിലുണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബും കൂടി ഇട്ടെങ്കിൽ പൊളി. പിന്നെ ചെല്ലണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. പിന്നെ എല്ലാം നല്ല പാങ്ങലെ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഇല്ലേ അരി ഇടണം. അരി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിന് ശേഷം തിളച്ച വെള്ളം കൂട്ടി കൊടുത്തിട്ടായിട്ട് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു വിസിലാക്കിയിട്ട് നിങ്ങൾ കാറ്റ് ഇളത്തണ്ട, ഒരു വിസിൽ വെച്ചിട്ട് അടവെക്കുക. അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറക്കുക. അപ്പോൾ നല്ല അടിപൊളി. ഇതെന്ത് സ്ലോല പോകുന്നുണ്ട്, എന്തോ വീഡിയോ അതിൻ്റെ സ്ലോല പോകുന്നുണ്ട്. എന്നിട്ട് സ്ലോ മോഷൻ അതിനല്ലോ, ഞാൻ സ്ലോ ആക്കിയതല്ലേ, വെറുതെ തന്നെ ആയതറിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അങ്ങനെ അതവിടെ മൂടിയിട്ട് വെച്ചതിന് ശേഷം അല്ലേ നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസിൽ നല്ലൊരു ഫ്രൈ ഉണ്ടാക്കി. നല്ലൊരു സ്പെഷ്യൽ. ഇതിലൊരു വെള്ളിയാഴ്ചൻ്റെ വീഡിയോ ആണ്. സംഭവം എന്താ പറയുക, ഞാൻ രാവിലത്തെ ഓർഡറെല്ലാം കഴിഞ്ഞിട്ടായിട്ട് എന്നൊക്കെ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നതാണ്. ലെഗെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലേയിലേക്ക് ഉപ്പ്, പിന്നെ വിനെഗര്, തൈര്, മുളക് പൊടി, പിന്നെ സിർക്ക എല്ലാം മിക്സാക്കിയിട്ട് കൂട്ടിയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ ഒന്ന് നല്ല പാങ്ങല മിക്സ് ആക്കണം. എന്നിട്ടായിട്ടില്ലേ നമുക്കിലേക്ക് 2 ചെറുപ്പുളി ഞാൻ എടുത്തിട്ടുണ്ടായി, 2 വേണ്ട 1 മതി. ഒരു ചെറുപ്പുളി ഇട്ടിട്ടില്ലേ ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം ലാസ്റ്റ് ചെറുപ്പുളിയും ഇട്ട് കൊടുക്കാം. നല്ല എരിവ് പുളിയും എല്ലാം ആയിട്ടില്ല, നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ആഡാക്കി എന്താ അറിയോ, സോയാ സോസ് 2 സ്പൂണ്, കെച്ചപ്പില്ലേ ഒരു 2 സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഫ്രൈക്ക് ചേർക്കുന്ന അതേ സംഭവം തന്നെയാണ്. മുളക്, ഉപ്പ്, സിർക്ക, തൈര്, ചെറുപ്പുളി ഇതെല്ലാം നമ്മൾ എന്തായാലും ചേർക്കുന്നില്ല. അതെല്ലാം ചേർത്ത് നല്ലൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. ആ ടൈമിൽ കുക്കർ വിസിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്, ഇപ്പം മഴ പെയ്യുന്നിട്ട് നിന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു മണിയായിന് പള്ളിയിൽ പോകുന്ന ആ ഒരു ടൈം. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് അപ്പം നമ്മളെ സ്റ്റോറി പറയാം. എന്താ പറയുക, രാവിലെ നമുക്ക് കുറച്ചൊക്കെ ചെറുങ്ങനെ ഓർഡർ ഉണ്ടായി. അപ്പോൾ ഓർഡറെല്ലാം കൊടുത്തിട്ട് ഒരു ബെൻത്ത് ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരു 10-11 ഞാൻ ഒരു ഉറക്കമായിരുന്നേന്ന്. അത് കൊടുത്തിട്ട് ഇങ്ങനെ കിടന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ നല്ല ഉറക്കം വന്നിന്. എന്നിട്ട് ഉറങ്ങിയിട്ട് ഇടയിൽ ഒരു സാറാകുമ്പോഴേക്കില്ല നല്ല സ്പ്രേൻ്റെ മണം വരുന്നു. സ്പ്രേൻ്റെ മണം മുകളിലേക്ക് ഇങ്ങനെ അടിക്കുന്നത്. എന്ത് പല ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ മാപ്പിള്ള കാണുന്നില്ല. ഇത് വെള്ളിയാഴ്ച അല്ലേ, പള്ളി പോകാൻ വേണ്ടിയിട്ട് നല്ല സ്പ്രേ എല്ലാം അടിച്ചിട്ട് പോയിന്. അപ്പം ഞാൻ തിരിച്ചെന്താ എന്നോട് ചോദിച്ചിന്. അപ്പം വിളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പോയിന്. അപ്പോൾ പള്ളി പോകുമ്പോൾ എപ്പോഴും ജ്യൂസെല്ലാം ആക്കുന്നത്. അങ്ങനെ ജ്യൂസ് ആക്കാത്തതുകൊണ്ട് ഞാൻ പറ്റി ചൊടിച്ചാ എന്നിട്ടില്ലേ ഞാൻ എന്തൊക്കെ പേടിച്ചിട്ടില്ലേ എന്തെങ്കിലും റെസിപ്പി ആക്കി കൊടുക്കണം. വരുമ്പോൾ സ്പെഷ്യൽ എന്നിട്ടില്ലേ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഈ ലെഗ് പീസെല്ലാം ഉണ്ടായി. അങ്ങനെ അതിനെ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് സോപ്പ് ഇടാന്നിട്ട് നല്ല പാങ്ങല ഫ്രൈ ആക്കാൻ വെച്ചതാന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. അവ ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല ചൂടോടെ തന്നെ ലെഗെല്ലാം ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു കസൂരി മെത്തി ഇത്തിരി ഇട്ട് കൊടുക്കുക. കസൂരി മെത്തി നിങ്ങൾ പുരയിൽ തന്നെ വെക്കണവേ, അത് എന്തിനിട്ടങ്ങോ ടേസ്റ്റ് ആകുന്നിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നു, അതിനൊരു നല്ലൊരു സ്മെല്ലും വരുന്നു. അങ്ങനെ ആ ചിക്കനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, ഇത് വേണം നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അതിനെ യൂസ് ആക്കാൻ. അപ്പോൾ ആ ടൈമിൽ കുക്കർ നല്ല പാങ്ങളെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ബിരിയാണി. ഇനി എന്ത് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടിട്ട് വിളിക്കാവേ. ദം ബിരിയാണിയാ, മലബാർ ബിരിയാണിയാ, സ്പെഷ്യൽ ബിരിയാണിയാ, ചിക്കൻ ഇല്ലാത്ത ബിരിയാണിയാ, എന്ത് വേണമെങ്കിലും വിളിക്കാം. ചിക്കനില്ല സംഭവം, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞാൽ. അങ്ങനെ മല്ലിച്ചപ്പില്ലാതെ നമുക്കൊരു കഥ ഇല്ലല്ലോ. അങ്ങനെ മല്ലിച്ചപ്പം മുകളിലേക്ക് ഇട്ടിട്ടായതിന് ശേഷമില്ലേ ഇനി നമുക്കിനെ മാറ്റിയേക്കാം. എന്നിട്ട് ചിക്കനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. ചിക്കൻ അങ്ങനെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് വെന്തിട്ട് കിട്ടണമെങ്കിൽ മൂടിയിട്ട് വെക്കണം. മൂടി വെച്ചെങ്കിൽ നല്ല പെട്ടെന്ന് വെന്തിട്ട് സോഫ്റ്റായിട്ട് കിട്ടും അറിയാം. അപ്പോൾ അത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇതൊന്ന് നല്ല വെന്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉണ്ട് വെച്ചിട്ടായതിന്. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ ഗ്രേവി കൂട്ടി കൊടുക്കാം. ഗ്രേവി കൂട്ടിയിട്ട് എനിക്ക് കുറേ നേരം വെക്കണ്ട.
ഈ ഗ്രേവി ഇല്ലേ നമ്മളിപ്പോൾ ചിക്കന് മാത്രമല്ല നമ്മളിപ്പോൾ മീൻ ഫ്രൈ ആക്കാൻ വെക്കുന്നില്ലേ അപ്പം അങ്ങനെ ഒരു ഗ്രേവി മാറ്റി വെച്ചിട്ട് ആ മീൻ ഫ്രൈ ആയതിനു ശേഷം ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഇട്ടിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തെങ്കിലേ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കിയിട്ട് നോക്ക്. ഓക്കെ, നമ്മൾ മീൻ ഫ്രൈ എല്ലാം ആക്കുന്നില്ലേ അതിൽക്കൊരു ഗ്രേവി മാറ്റി വെക്കണം. എന്നിട്ട് ബന്ധിട്ടെല്ലാം അതിന് ശേഷം ലാസ്റ്റ് മുകളിലേക്ക് ഇട്ടിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അടിപൊളി ചിക്കൻ ഫ്രൈയും ലെഗ് ഫ്രൈയും ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ മെല്ലെ ഞാൻ മുടാതെ ഇങ്ങനെ മാപ്പിളക്ക് ചോറ് കൊടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ പോകുമ്പോൾ എന്നെ വിളിക്കാതെയെന്ന്. അപ്പോൾ മാപ്പിള എന്താ അറിയില്ലേ, നീ അവിടെ നല്ല ഉറക്കില്ലുണ്ടാവും വിളിക്കാൻ ബേജാറായി അങ്ങനെ വിളിക്കാതെ പോയത്. ഞാനിവിടെ മാപ്പിള ചോടിച്ചിനാന്ന് തോന്നിട്ട് നല്ല വേഗം പോയിട്ട് ബിരിയാണിയും ചിക്കൻ ഫ്രൈ എല്ലാം ആക്കിയത് മാപ്പിളക്ക്. മാഷാ അല്ലാഹ് അതിനോണ്ട് സമാധാനമായി. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. ഓക്കെ, നിങ്ങളെ ലൈക്ക് കമൻ്റ് എല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണത്. അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ടും ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കണ്ട, നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ എന്നതായ കമൻറ്റ് ഇട്ടോ, ഞാൻ റിപ്ലൈ തരാം. ഒരു കമൻറ്റ് ഇട്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ കുറേ ആൾ പറയുന്നുണ്ട് റിപ്ലൈ കാണുന്നില്ല, റെസിപ്പി കാണിക്കുന്നില്ല. റെസിപ്പി എല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിക്കും പോലെ കാണിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും നമ്മൾ തിരക്കുണ്ടാകുന്നല്ലോ, ഓർഡർ ഉണ്ടല്ലോ. ഫ്രീ ആകുമ്പോഴെല്ലാം കിട്ടുന്ന ഗ്യാപ്പിൽ ഞാനിങ്ങനെ ഓരോ റെസിപ്പി ആയിട്ടെല്ലാം വരും. പിന്നെ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാം ചോദിക്കുന്നത് ഇൻഷാ അല്ലാഹ് പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.